കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. പെരിഞ്ഞനത്ത് ജുമാ മസ്ജിദിന്റെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. കയ്പമംഗലം ചളിങ്ങാട് നിന്നും രാസലഹരിയുമായി യുവാവ് അറസ്റ്റിൽ. റോഡ് പൊളിച്ചത് മൂലം വാടനപ്പള്ളി ഗണേശമംഗലം മേപ്രങ്ങാട്ട് റോഡിൽ ഗതാഗതം നിലച്ചു. വാർത്തകളിലേക്ക് വിശദമായി. പെരിഞ്ഞനം പൊന്മാനിക്കുടം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. പള്ളി ഗേറ്റിനോട് ചേർന്നുള്ള ഭണ്ഡാരമാണ് കുത്തി തുറന്നത്. പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഭണ്ഡാരം ഉൾപ്പെടെയുള്ള ഭാഗം ഷീറ്റ് കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതെന്ന് വ്യക്തമല്ല. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കയ്പമംഗലം ചളിങ്ങാട് നിന്നും രാസലഹരിയുമായി യുവാവ് പിടിയിലായി. ചളിങ്ങാട് പള്ളിനട സ്വദേശി പുന്നക്കത്തറ വീട്ടിൽ രതീഷിനെയാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 0.79 ഗ്രാം MDMA സഹിതം ചളിങ്ങാട് നിന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും തൃശൂർ റൂറൽ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ള രതീഷ് പ്രദേശത്ത് MDMA ചില്ലറ വിൽപ്പന നടത്തുന്ന ആളാണ്. നാളുകളായി പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. 2024 രതീഷിനെ MDMAയുമായി പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R ബിജു, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SI CR പ്രദീപ്, ASI ലിജു ഇയാനി, SCPO ബിജു, CPOമാരായ നിഷാന്ത്, സുർജിത്ത്, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI മുഹമ്മദ് സിയാദ്, SCPO ജ്യോതിഷ്, CPOമാരായ രജനീഷ്, ഫാറൂഖ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രവാസിയായ ഏങ്ങണ്ടിയൂർ വൈക്കാട്ടിൽ ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ പുതിയ അതിഥിയെ കാണാൻ ഏറെ കൗതുകത്തോടെയാണ് ആളുകൾ എത്തുന്നത്. ഗോപാലകൃഷ്ണന്റെ മകൻ പ്രവീൺ ഗോപിയുടെ രണ്ടാമത്തെ മകൻ സച്ചിന് കുതിര സവാരിയോടുള്ള താല്പര്യം മൂലം വാങ്ങിയ രുദ്ര എന്ന കുതിരയാണ് പുതിയ അതിഥിക്ക് ജന്മം നൽകിയത്. മാർവാരി എന്ന ഇന്ത്യൻ ഇനത്തിൽപ്പെട്ട ഈ വെള്ളക്കുതിരയ്ക്ക് 62 ഇഞ്ച് ഉയരമുണ്ട്. ആൺകുഞ്ഞാണ് ഇപ്പോൾ ജനിച്ചിട്ടുള്ളത്. പ്രസവിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച പുലർച്ചയോട് കൂടിയിട്ടൊരു 12:30-ക്കാണ് ഞാൻ ക്യാമറ വെച്ച് വാച്ച് ചെയ്തിരുന്നു. അതനുസരിച്ച് ഒരു ലക്ഷണങ്ങൾ കണ്ടപ്പോൾ നമ്മൾ വന്നു. സുഖമായിട്ട് പ്രസവിക്കുകയും ചെയ്തു. വേറെ ഡോക്ടറൊന്നും വിളിക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിരുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. കുട്ടി പുറത്ത് വന്നു. നമ്മളതിനൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കുട്ടി എഴുന്നേറ്റ് പാൽ കുടിക്കാൻ ആരംഭിച്ചു. വാടനപ്പള്ളി CSM സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സച്ചിൻ വാടനപ്പള്ളി അംബ്രൂസ് എക്വസ്ട്രീൻ സെന്ററിലെ ഹോഴ്സ് റൈഡിംഗ് വിദ്യാർത്ഥി കൂടിയാണ്. മികച്ച രീതിയിൽ കുതിര സവാരിയിൽ സച്ചിൻ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഞാനിത് എൻ്റെ മകനാണ്, രണ്ടാമത്തെ മകനാണ്. അപ്പോൾ ഇവന് ഈ കുതിരേനെ ഓടിക്കാനായിട്ടുള്ളൊരു കമ്പം മൂത്തിട്ട് വാടാനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വാടാനപ്പള്ളി ബീച്ചിൽ ആംബ്രൂസ് ഹോഴ്സ് റൈഡിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യിച്ചു 1 വർഷം മുൻപ്. അപ്പോൾ അവിടെ റേസിങ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുതിരേനെ കാണാനിടയായതും ഇതിനെക്കുറിച്ച് അറിഞ്ഞതും. അപ്പോൾ അങ്ങനെ ഇതൊരു 6 വയസ്സ് പ്രായമുള്ള കുതിരയാണ്. 62 ഇഞ്ചിൻ്റെ മുകളിലേക്ക് ഹൈറ്റ് ഉണ്ട്. 62+ ഉയരം വരുന്നുണ്ട്. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ളൊരു കുതിര. അപ്പം ഞാനതിനെ മോന് ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് അതിൻ്റെ ഓണറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ചെയ്തു കൊടുത്തു.
അപ്പോൾ വളരെ ഇണക്കം തോന്നിയപ്പോഴാണ് ഞാനിതിനെ മേടിച്ചത്. അപ്പോൾ മേടിക്കുന്ന സമയത്ത് ഇതിന് ഗർഭിണി ആയിരുന്നില്ല. അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാനിതിനെ ഒരു രാജവീർ എന്ന് പറഞ്ഞിട്ട് നോർത്തിൽ ഷോ വിന്നറായിട്ടുള്ള ഒരു നല്ല കുതിരനെ കണ്ടപ്പോൾ അതിനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചിട്ടാണ് നമുക്ക് ഈ കുട്ടീനെ കിട്ടിയിട്ടുള്ളത്. കുതിരയെ കൂടാതെ തനത് നാടൻ ഇനം പശുക്കളായ ഗീർ, വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ, പുങ്കന്നൂർ എന്നീ ഇനം പശുക്കളും തലശ്ശേരി പുള്ളിക്കോവി, കൽക്കം മുതലായ കോഴികളും ഇവരുടെ ശേഖരത്തിലുണ്ട്. കൂടാതെ വിവിധ ഇനം വാഴകളും റോസ് മുന്തിരി, ഡ്രാഗൺ ഫ്രൂട്ട് എന്നിവയും ഇവിടെയുണ്ട്. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ SNDP യോഗം എടമുട്ടം സെന്റർ ശാഖയുടെ പൊതുയോഗം ചേർന്നു. നാട്ടിക യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം പ്രകാശൻ കടവിൽ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടച്ചാലി അധ്യക്ഷനായി. ശാഖാ സെക്രട്ടറി മഹാദേവൻ പാണപറമ്പിൽ, യൂണിയൻ കമ്മിറ്റി അംഗം പ്രദീപ് തോട്ടുപുര, വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ഗിരിജ പ്രജ്ഞൻ, സെക്രട്ടറി ഗിരിജ ഗോപാലകൃഷ്ണൻ, ഖജാൻജി അമ്പിളി സുജിന്ത്, എക്സിക്യൂട്ടീവ് അംഗം ബിന്ദു ഷാജി, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ജിഷ്ണു സുരേഷ്, ദേവദാസ് ഈരേഴത്ത് എന്നിവർ സംസാരിച്ചു. KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച VS അച്യുതാനന്ദൻ അനുസ്മരണ യോഗം അമരസ്മരണ കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. ആ നൂറ്റാണ്ടിലെ പ്രമുഖരിൽ ഒരാളായി മാറുക എന്നത് സ്വന്തം ത്യാഗത്തിൻ്റെയും അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രക്ഷോഭണങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരു അതുല്യ നേതാവായി മാറാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുന്ന ഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു അനാഥ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ആരംഭം. 4-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അമ്മയെ നഷ്ടപ്പെടും. 11-ാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെടും. തീർച്ചയായും അത്തരമൊരു ഘട്ടത്തിൽ മറ്റ് ജീവിതമാർഗങ്ങൾ തേടിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥ എൻ്റെ സഹോദരങ്ങളെ പുലർത്താൻ, അത്തരത്തിൽ ജീവിതത്തിൻ്റെ കടുത്ത പ്രാരാബ്ധങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ആ കൊച്ചു ബാലൻ വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കടന്നുവരുന്ന ആ വഴിത്താരകൾ. സംഘാടക സമിതി ചെയർമാൻ AS ദിനകരൻ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, KSKTU ഏരിയ സെക്രട്ടറി KC രമേശ്, പ്രസിഡന്റ് MB മുകേഷ്, CPM ഏരിയ കമ്മിറ്റി അംഗം KS മോഹൻദാസ്, KSKTU ജില്ലാ കമ്മിറ്റി അംഗം കോമളം രാജൻ, CA ശങ്കരൻ, ബിന്ദു വിനോദ്, AN ജോഷി എന്നിവർ സംസാരിച്ചു. കുടിവെള്ള പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ചത് മൂലം തകർന്ന കലുങ്കുകൾ പുതുക്കി പണിയുന്നത് മൂലവും ഗതാഗതം നിലച്ചതോടെ യാത്രക്കാർ വലയുകയാണ്. വാടനപ്പള്ളി ദേശീയപാതയിൽ നിന്ന് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിലേക്കുള്ള ഗണേശമംഗലം മേപ്രങ്ങാട്ട് റോഡിലെ ഗതാഗതമാണ് മാസങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്നത്. കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിക്കാനാണ് ഏതാനും വർഷം മുമ്പ് റോഡ് വെട്ടിപ്പൊളിച്ചത്. പണിക്കിടയിൽ കാലപ്പഴക്കമുള്ള 2 കലുങ്കുകളും ഭിത്തി ഇടിഞ്ഞ് തകർന്നിരുന്നു. യാത്ര അപകടം നിറഞ്ഞതോടെ 2 കലുങ്കുകളും പൊളിച്ച് പുനർനിർമ്മിക്കാൻ പഞ്ചായത്തും മുരളി പെരുന്നല്ലി MLAയും വെവ്വേറെ തുക മാറ്റിവെച്ചിരുന്നു. പൊളിഞ്ഞുകിടക്കുന്ന റോഡ് നന്നാക്കാൻ പഞ്ചായത്ത് 22.64 ലക്ഷം രൂപയും നീക്കിവെച്ചിരുന്നു. ഒരു കലുങ്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി മാസത്തിൽ പൊളിച്ച് 5 ലക്ഷത്തിലധികം രൂപ ചെലവിൽ ഫെബ്രുവരി മാസത്തിൽ പുതുക്കി നിർമ്മിച്ചു. നിർമ്മാണകാലത്ത് 1 മാസത്തോളമാണ് ഇതുവഴിയുള്ള ഗതാഗതം മുടങ്ങിയത്. പുതിയ കലുങ്ക് നിർമ്മിച്ചതോടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. ഇതിനുശേഷം മഴയ്ക്ക് മുമ്പ് പണി പൂർത്തീകരിക്കാനായി ഗതാഗതം മുടക്കിക്കൊണ്ട് അടുത്ത കലുങ്കും പൊളിച്ചു. ചുരുങ്ങിയത് 6 വർഷത്തിന് മേലെ ഇത് തോട് പൊളിച്ചിട്ട കാരണം അതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. തൽക്കാലമായിട്ട് ഇലക്ട്രിസിറ്റിയുടെ ഒരു ബോർഡ് ഇവിടെ പോസ്റ്റ് ഇവിടെ കിടന്നിരുന്നത്. ആ പോസ്റ്റ് വലിച്ചിട്ടുകൊണ്ട് ആളുകളെല്ലാം അതിൽ കൂടെ നടന്നു പോയി ഇടയ്ക്കൊക്കെ വീഴുകയും അങ്ങനെയുള്ളത് പല ബുദ്ധിമുട്ടുകളുമുണ്ട്.
ബസ് റൂട്ട് ഉണ്ടായിരുന്നു ഇതിൽ കൂടെ, അതും ഇപ്പം എല്ലാം നിർത്തലാക്കിയേക്കാണ്. അതുകൊണ്ട് കഴിയുന്നതും ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണം. കാലവർഷം എത്തിയതോടെ പണി നിലച്ചു. മഴയ്ക്ക് ശമനമായാൽ കലിങ്കിന്റെ തുടർ നിർമ്മാണം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കരാറുകാരൻ. തുടർന്ന് റോഡിന്റെ ടാറിംഗ് നടത്തി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് ജനപ്രതിനിധികൾ പറയുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. PF-RDA നിയമം പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പെരിഞ്ഞനം സെന്ററിൽ നടന്ന ധർണ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CK ശങ്കു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ KU സുബ്രഹ്മണ്യൻ, A പവിഴം, VK അശോകൻ, TC കലാധരൻ, MD സന്തോഷ്, TN അജയകുമാർ, വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. സന്തോഷമുണ്ട്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ മാഷ് സൂചിപ്പിച്ചു ഒട്ടേറെ ആവശ്യങ്ങൾ, വിവിധ ആവശ്യങ്ങൾ, മുഖ്യ ആവശ്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിലൊട്ടാകെ ഇന്ന് ഇതുപോലെയുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മതിലകം മേഖലയിൽ തന്നെ ഇത്ര പേര് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലൊട്ടാകെ ഇങ്ങനെ ഇരിക്കുന്നവരുടെ എണ്ണം ഒന്ന് നമ്മൾ ആലോചിച്ചാൽ, നിങ്ങളുടെ എല്ലാം ഈ ആവശ്യങ്ങൾ സർക്കാർ അറിയുമ്പോൾ ഇപ്പം നമുക്കറിയാം, നമ്മൾ സർക്കാരിനെ പറയുകയാണെങ്കിൽ സർക്കാർ വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സർക്കാർ തന്നെയാണെങ്കിലും ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ കുറച്ച് പോരായ്മകളെല്ലാം ഉണ്ട്. നമുക്കെല്ലാം 100% ആയി നമുക്ക് എന്ന് പറയാനും കഴിയില്ല. അതിന് ഒരു ഇതുണ്ട്. നമുക്കറിയില്ലേ, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ അല്ലേ, നമുക്കറിയാം കേരളത്തിന് കൊടുക്കാനുള്ള വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടും അല്ലേ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ സർക്കാരിനും ഒരു സാമ്പത്തിക ഞെരുക്കം ഉള്ളതിൻ്റെ പേരിലായിരിക്കാം ഇങ്ങനെ കുറേശ്ശെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നു. DYFI എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. DYFI എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് DYFI ഓഗസ്റ്റ് 15-ന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത്. DYFI ജില്ലാ കമ്മിറ്റി അംഗം VV സുസ്മിത ക്യാപ്റ്റനായും DYFI ചന്ദ്രാപനി മേഖലാ സെക്രട്ടറി VA റെജിൻ വൈസ് ക്യാപ്റ്റനായും എടത്തിരുത്തി മേഖലാ സെക്രട്ടറി PR അശ്വന്ത് മാനേജറായും സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം DYFI മുൻ നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി PS ഷജിത്ത നിർവഹിച്ചു. CPM ചന്ദ്രാപനി ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, TK ചന്ദ്രബാബു, MK ഫൽഗുണൻ, CPM എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സതീഷ്, മേഖലാ ട്രഷറർ KS നന്ദു, മുൻ ജില്ലാ കമ്മിറ്റി അംഗം PR നിഖിൽ, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അജ്മൽ ബീരാൻ, ഡാനി, ലെമിൻ എന്നിവർ സംസാരിച്ചു. ജാഥാ സമാപനം DYFI ജില്ലാ കമ്മിറ്റി അംഗം അഖിൽ ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞില്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഹായ്.
എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 53ാമത് ആണ്ട് നേർച്ച ഈ മാസം 14, 15, 16 തീയതികളിൽ നടക്കും. 14 രാവിലെ 10 ഷംസുദ്ദീൻ മുസ്ലിയാർ പൊന്മാനിക്കുടം കൊടിയേറ്റ് നിർവഹിക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സ്വലാത്ത് മജ്ലിസിനും പ്രഭാഷണത്തിനും നൌഫൽ സഖാഫി കളസ നേതൃത്വം നൽകും. വെള്ളിയാഴ്ച വൈകിട്ട് 7 നടക്കുന്ന ദിഖർ ഹൽക്കയ്ക്കും പ്രഭാഷണത്തിനും ബഷീർ ഫൈസി ദേശമംഗലം നേതൃത്വം നൽകും. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുന്ന മൗലിദ് പാരായണത്തിന് ഇസ്ഹാഖ് ദാരിമി നേതൃത്വം നൽകും. തുടർന്ന് 10 മണി മുതൽ 1 മണി വരെ നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഖത്തം ദുആയ്ക്ക് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകും. KS സെയ്ദ് മുഹമ്മദ് അബ്ദുൽ ഖാദർ, MS ഈസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ധാതു ലവണ മിശ്രിതം, വിരമരുന്ന് എന്നിവ നാട്ടിക മൃഗാശുപത്രിയിൽ വിതരണം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ്, KR ദാസൻ എന്നിവർ സംസാരിച്ചു. 45 ഗുണഭോക്താക്കൾക്ക് 1200ഓളം രൂപ വില വരുന്ന ധാതു ലവണ മിശ്രിത കിറ്റ് വിതരണം ചെയ്തു. ടൈലക്കിട്ട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കുടിവെള്ളം അടക്കം എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷീരകർഷകർക്ക് അത്യാവശ്യം വന്നാൽ തന്നെ ഇരിക്കാനുള്ള ഫ്രണ്ടൊക്കെ ടൈലിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് ഡോക്ടർ ഒരു സേവനം, സ്റ്റാഫുകളുടെ സേവനം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്നാണ് വിശ്വാസം. എല്ലാവരും അത് തൃപ്തരാണ്. മുൻകാലങ്ങളിൽ പോലെയല്ല, മുമ്പ് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയല്ല, ഡോക്ടർ എപ്പോൾ വിളിച്ചാലും ഏത് രീതിയിലും എല്ലാവരുമായിട്ടും നല്ല സഹകരിക്കും. പക്ഷപാതപരമായിട്ട് പെരുമാറുന്നില്ല ഡോക്ടർ, അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. KSKTU നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BS അച്യുതാനന്ദൻ അനുസ്മരണം നടന്നു. വലപ്പാട് ചന്തപ്പടിയിൽ അമരസ്മരണ എന്ന പേരിൽ നടന്ന അനുസ്മരണം ഗുരുവായൂർ മണ്ഡലം MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷവും കേരളത്തിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്ന മുദ്രാവാക്യമായിരിക്കുക. കാരണം കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടുകളിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ
പൂമുഖത്ത് ഒരു ചാരുകസേരയിൽ നിറഞ്ഞിരുന്നിരുന്ന ഒരു ദേഹത്തിൻ്റെ ഉടമയായിരുന്നു സഖാവ് ഉല്ലാസ്. ഒന്നുകിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായി, അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ടിലേറെക്കാലം പ്രതിപക്ഷ നേതാവായി, 5 വർഷക്കാലം മുഖ്യമന്ത്രിയായി, പിന്നീട് ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാനായി, ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൻ്റെ അഗ്രേസരൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരാളായിരുന്നു സഖാവ് ഉല്ലാസ്. KSKTU ഏരിയ സെക്രട്ടറി KS ഷനിത്ത് അധ്യക്ഷത വഹിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ, CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, CITU നാട്ടിക ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ, CPM വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജേഷ ശിവജി, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, EP അജയ് ഘോഷ്, KC സുധ, സന്തോഷ് കേരാച്ചൻ, സ്മിന ശൈലേഷ്, സുനിത മുത്തുരാജ്, KK അനിൽകുമാർ, KV അനിത, AV സതീഷ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേളയ്ക്ക് തുടക്കമായി. 2 ദിവസങ്ങളിലായി വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിലാണ് കായികമേള നടക്കുന്നത്. മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിച്ച കായികമേള സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീജ TG സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിച്ച സൂംബ നൃത്ത പരിപാടിയും നടന്നു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSC വിഭാഗങ്ങളിലായി 500ഓളം വിദ്യാർത്ഥികൾ വിവിധ കായിക മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു. കായികമേള ബുധനാഴ്ച സമാപിക്കും. എല്ലാവർക്കും നല്ല രീതിയിൽ ഇത് ആസ്വദിക്കാൻ കഴിയട്ടെ എന്നും എല്ലാ മക്കൾക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും സാധിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മക്കള് എല്ലാവരും ഉയരത്തിലെത്താനായിട്ട്, ഇവിടെ നിന്ന് നല്ല ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ പരിപാടികൾ, നമ്മുടെ കായിക മത്സരങ്ങൾ തുടങ്ങുകയാണ്. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ആശ്വാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് കിടപ്പ് രോഗികൾക്കായി ഡയപ്പർ സംഭാവന ചെയ്തു. ആശ്വാസ് ക്ലബ്ബ് ഭാരവാഹികളായ അവിനാഷ്, പ്രജുൽ, രോഷ്നി തിലക് എന്നിവരിൽ നിന്ന് വലപ്പാട് ഹെൽത്ത് ഇൻസ്പെക്ടർ സുബൈർ, നിബിത, നഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ് രാജി എന്നിവർ ചേർന്ന് സഹായം സ്വീകരിച്ചു. മാനേജർ അജിത് പ്രസാദ്, പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ, ആശ്വാസ് ക്ലബ്ബ് കോർഡിനേറ്റർമാരായ ഷിജു, സീന എന്നിവർ സംസാരിച്ചു. ഗുരുവർഷം 171 വിപുലമാക്കുന്നതിന്റെ ഭാഗമായി നാട്ടിക ശ്രീനാരായണ ഗുരു മന്ദിരാങ്കണത്തിൽ കൂപ്പൺ വിതരണത്തിന്റെയും ഗുരുസ്പർശം 105 സ്മരണികയുടെ താരിഫിന്റെയും ഉദ്ഘാടനം നടന്നു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങ് 2025 സംസ്ഥാന സർക്കാരിന്റെ ചെമ്മീൻ കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഷൈൻ ടി ഭാസ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് AV സഹദേവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK സുഹാസ്, ട്രഷറർ ബൈജു ഇയാനി കോറോത്ത് എന്നിവർ സംസാരിച്ചു. ഇംപ്രസീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ് അവർക്ക് ഇംഗ്ലീഷിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മഡഗാസ്കർ ലാംഗ്വേജിൽ കിട്ടണം. അപ്പോൾ അദ്ദേഹത്തിന് അവർ പറയുന്നത് അത് വായിച്ചിട്ട് ഞാനിത് സർ ഐ വാസ് റീഡിങ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ദൈവദശകം എന്ന് പറയുന്നത്. കുറേ മനോഹരമായിട്ടുള്ള സെൻറ്റൻസാണ് അതിൽ എഴുതിയിട്ടുള്ള. ഒരു പ്രയർ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ ഈ ഗുരുദേവൻ നമുക്ക് തന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാതെ നമ്മൾ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. ചില സമയത്ത് പുറമേ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവരൊക്കെ അത് വളരെയധികം വാല്യൂ ചെയ്യുന്ന കാര്യം എന്നുള്ളത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഉച്ച വെച്ച് നടക്കുമ്പോൾ മുതൽ കാണുന്നതാണ് ഗുരു അങ്കണങ്ങളും അത് ചതയാദിന ആഘോഷങ്ങളും. ഇവിടെ നിന്ന് വെടിപൊട്ടിക്കഴിഞ്ഞാൽ അവിടെ മാലയിടണം, അവിടെ വിളക്കുണ്ടാവണം. ഇതൊക്കെ നമ്മളെ ഒരു ചിട്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എടത്തിരുത്തി വില്ലേജ് സമ്മേളനം നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എടത്തിരുത്തി വില്ലേജ് സമ്മേളനം നടത്തി. കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി രാജേഷ ശിവജി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ജില്ലാ കമ്മിറ്റി അംഗം KB സുധ, ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ്, ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ശൈലജ ജയലാൽ, ഏരിയ കമ്മിറ്റി അംഗം മല്ലികാദേവൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറിയായി നവമി പ്രസാദിനെയും പ്രസിഡന്റായി സുബൈദ അബ്ദുൽ ജബ്ബാറിനെയും ട്രഷററായി ഷനിദ ലിനെയും യോഗം തെരഞ്ഞെടുത്തു. മധുര മീനാക്ഷി ക്ഷേത്രത്തിനടുത്തുള്ള മധുര എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ചാണ്, അതിനടുത്തുള്ള ഒരു ഹോളിൽ വെച്ചിട്ടാണ്, മധുര പട്ടണത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഘടനയ്ക്ക് എത്ര വയസ്സായി? 44 വർഷങ്ങൾ പൂർത്തീകരിച്ചു നമ്മുടെ സംഘടന രൂപം കൊണ്ടിട്ട്. അപ്പം കഴിഞ്ഞ 44 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്തെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും സ്ത്രീകളെ നമ്മുടെ വെള്ളക്കൊടിയുടെ കീഴിലേക്ക് അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പരിപാടികൾ, പദ്ധതികൾ, സമരങ്ങൾ, പോരാട്ടങ്ങൾ. ഓൾ കേരള ജീറ്റോ ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പിന്റെ 5ാം വാർഷിക സ്നേഹസംഗമം നടന്നു. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് അബ്ബാസ് വടക്കേക്കാട് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഭാഷ റാഫി അധ്യക്ഷനായി. തൃശൂർ ക്രൈംബ്രാഞ്ച് ഓഫീസർ EV സ്മിത മുഖ്യാതിഥിയായി സംബന്ധിച്ചു. തുടർന്ന് SSLC+2 വിജയികളെ ആദരിക്കൽ ചടങ്ങും ഗ്രൂപ്പിലെ മെമ്പറുടെ മകളുടെ ചികിത്സാ സഹായ വിതരണവും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റി ഓഗസ്റ്റ് 15-ന് കാഞ്ഞാണിയിൽ സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിന്റെ പ്രചരണാർത്ഥം മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. സമാപന യോഗം കണ്ടശങ്കടവിൽ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. VV സജീന്ദ്രൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ അജീഷ്, വൈസ് ക്യാപ്റ്റൻ സ്വാതി മനീഷ്, ട്രഷറർ അവിനാശ്, സംഘാടക സമിതി ചെയർമാൻ VV പ്രഭാത്, മേഖലാ സെക്രട്ടറി അമൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് തൃപ്പയാർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KSSPU ജില്ലാ പ്രസിഡന്റ് EB ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MB മധു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ TC റീത്ത, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ട്രഷറർ TB ഹരിദാസ്, വലപ്പാട് യൂണിറ്റ് സെക്രട്ടറി MB രാധാകൃഷ്ണൻ, നാട്ടിക യൂണിറ്റ് സെക്രട്ടറി NAP സുരേഷ് കുമാർ, തളിക്കുളം യൂണിറ്റ് സെക്രട്ടറി MB ജയപ്രകാശൻ, വാടനപ്പള്ളി യൂണിറ്റ് സെക്രട്ടറി NK ലോഹിതാക്ഷൻ, ഏങ്ങണ്ടിയൂർ യൂണിറ്റ് സെക്രട്ടറി അജിതകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുക, PFRDA നിയമം പിൻവലിക്കുക, DR കുടിശ്ശികകൾ ഉടനെ വിതരണം ചെയ്യുക, മെഡിസെപ്പ് അപാകതകൾ ഒഴിവാക്കി നടപ്പിലാക്കുക തുടങ്ങി 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും. 8% നമുക്ക് 1/7/2019 അടിസ്ഥാന പെൻഷനോടുകൂടി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1/7/2019 നടപ്പിലാക്കിയ ശമ്പള പെൻഷൻ പരിഷ്കരണം 5 വർഷക്കാലം കഴിഞ്ഞിട്ടും കേരളത്തിലുള്ള നമ്മുടെ സർക്കാർ ഒരു ശമ്പള പരിഷ്കരണവും അതുപോലെ തന്നെ പെൻഷൻ പരിഷ്കരണവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പെൻഷൻകാർ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വലിയ സമര പ്രചരണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, KSSPU എന്ന സംഘടന നമ്മുടെ കേരളത്തിലെ മാത്രമല്ല നമ്മുടെ ഏഷ്യയിലെ 1ാമത്തെ സംഘടനയും അതുപോലെ തന്നെ ലോകത്തെ 2ാമത്തെ സംഘടനയുമാണ്. ഏകദേശം നമ്മുടെ കേരള സംസ്ഥാനത്തിൽ 3,17,000-ഓളം വരുന്ന നമ്മുടെ മെമ്പർമാരാണ് ഈ പെൻഷൻ സംഘടനയിൽ അണിനിരന്നിട്ടുള്ളത്. ബാക്കി പെൻഷൻ സംഘടനകളെ കുറിച്ച് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയായാലും. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പെരിഞ്ഞനത്ത് ജുമാ മസ്ജിദിന്റെ ഭണ്ഡാരം കുത്തി തുറന്ന മോഷണം. കയ്പമംഗലം ചളിങ്ങാട് നിന്നും രാസലഹരിയുമായി യുവാവ് അറസ്റ്റിൽ. റോഡ് പൊളിച്ചത് മൂലം വാടനപ്പള്ളി ഗണേശമംഗലം മേപ്രങ്ങാട്ട് റോഡിൽ ഗതാഗതം നിലച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.